Hello dear friends, welcome to RJ's Physics Classes. പുതിയൊരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോണേ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ. ഓക്കെ, ഇതാണ് നമ്മളുടെ പുതിയ ചാപ്റ്റർ. റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ഓമന പേരിൽ അറിയപ്പെടുന്ന ചാപ്റ്റർ. റൊട്ടേഷണൽ മോഷൻ +1 ഒരു നല്ല ചാപ്റ്റർ, അത്യാവശ്യം ടഫായിട്ടുള്ള എന്നാൽ മനസ്സിലാക്കാൻ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ. ആ ചാപ്റ്ററിലേക്കാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ. അപ്പം എങ്ങനെയാ നമുക്ക് യാത്ര തുടങ്ങല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ, ദാറ്റ്സ് അവർ ടോപ്പിക്. റെഡിയാണ്? ബുക്കും പെന്നൊക്കെ എടുത്തിട്ട് നമ്മളുടെ യാത്ര തുടങ്ങുകയാണ്. പഠിക്കാൻ, റൊട്ടേഷണൽ മോഷൻ മനസ്സിലാക്കാനുള്ള സന്മനസ്സോട് കൂടി നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. റൊട്ടേഷണൽ മോഷനിലെ ഫസ്റ്റ് ടോപ്പിക്, ഇറ്റ് ഈസ് റിജിഡ് ബോഡി. റിജിഡ് ബോഡിയാണ് റൊട്ടേഷനിലെ ഫസ്റ്റ് ടോപ്പിക്. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. വാട്ട് ഈസ് മീൻ ബൈ എ റിജിഡ് ബോഡി? എന്തായിരിക്കും റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ? ഒരു ഓബ്ജക്റ്റിലെ രണ്ട് പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഓബ്ജക്റ്റിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? റിജിഡ് ബോഡി എന്ന് വിളിക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ് ഇൻ എ സിസ്റ്റം ഇസ് എ കോൺസ്റ്റന്റ്, ദെൻ ദാറ്റ് ഓബ്ജക്റ്റ് ക്യാൻ ബി കോൾഡ് ആസ് റിജിഡ് ബോഡി. അത് സർ സിമ്പിൾ അല്ലേ, ഞങ്ങൾക്ക് എന്നോ അറിയണ കാര്യമല്ലേ? ആണ്, അതന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ടോപ്പിക്. ഓക്കെ, if the distance between two particles is a constant, then we can say that it's a rigid body. Clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. റിജിഡ് ബോഡി എന്താന്ന് നമുക്കറിയാം, നോ പ്രോബ്ലം അല്ലേ? സോ റിജിഡ് ബോഡി നമുക്കറിയാം. If the distance between two particles is a constant, then we can say that it's a rigid body. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെയാണ്. ഈ റിജിഡ് ബോഡിക്ക് എങ്ങനെയൊക്കെ സഞ്ചരിക്കാം? ഒന്ന് ട്രാൻസ്ലേഷണൽ മോഷനാണ്. ഫസ്റ്റ് വൺ, ട്രാൻസ്ലേഷണൽ മോഷൻ. ട്രാൻസ്ലേഷണൽ മോഷൻ ഇതാണ് ഫസ്റ്റ് ക്വാണ്ടിറ്റി. എന്താ ട്രാൻസ്ലേഷണൽ മോഷൻ? സിമ്പിൾ. സ്ട്രെയിറ്റ് ലൈൻ മോഷനെ നമ്മൾ വിളിക്കണ പേരാണ് ട്രാൻസ്ലേഷണൽ മോഷൻ. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ മോഷനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരാമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഇങ്ങനെ ഒരു ഓബ്ജക്റ്റ് ഉണ്ട്. ഈ ഓബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഇതിലെ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും മോഷൻ പാരലൽ ആണെങ്കിൽ ആ മോഷനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇഫ് the path of all particles in a body are in parallel, then we can say that the motion is translational motion. അത് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് റെക്റ്റിലിനിയർ മോഷൻ. റെക്റ്റിലിനിയർ മോഷൻ. രണ്ടാമത്തെ കർവിലിനിയർ മോഷൻ. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പാത്ത് ഓഫ് പാർട്ടിക്കിൾസ് ആർ പാരലൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ആ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഓബ്ജക്റ്റ് ഇങ്ങനെ ഉണ്ട്. ഈ ഓബ്ജക്റ്റിൻ്റെ ഇടയിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇതിങ്ങനെ നീങ്ങുകയാണ്. ആ ഓബ്ജക്റ്റ് ഇവിടെ എത്തി. ഇത് റെക്റ്റിലിനിയർ മോഷനാണ്. അതേസമയം ഇങ്ങനെ ഒരു ഓബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇത് പോയത് ഇങ്ങനെയാണ് വിചാരിക്കുക. ഇങ്ങനെയും പോയിക്കൂടെ? ഒബ്ജക്റ്റ് ഇവിടെ എത്തി. ഇപ്പോഴും ഇതിലെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എന്താണ്? പാരലൽ ആണ്. ഇറ്റ്സ് കർവിലിനിയർ മോഷൻ. ഓക്കെ, സോ സ്ട്രെയിറ്റ് ലൈൻ ഓർ ട്രാൻസ്ലേഷണൽ മോഷനിൽ രണ്ട് തരം ഉണ്ട്. ഒന്ന് റെക്റ്റിലിനിയർ മോഷൻ, രണ്ടാമത്തെ കർവിലിനിയർ മോഷൻ. ഈ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എവിടെയാ പറഞ്ഞേ? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലേ ലോസ് ഓഫ് മോഷനിലും മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിലൊക്കെ നമ്മൾ പറഞ്ഞത് സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. ഓക്കെ, ഇനി ദ സെക്കൻഡ് വൺ ഈസ് റൊട്ടേഷണൽ മോഷൻ.
റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആവുമ്പോൾ ഇതിലെല്ലാ പാർട്ടിക്കിൾസും സ്ട്രെയിറ്റ് ലൈനിൽ നീങ്ങും അല്ലെങ്കിൽ പാരലായിട്ട് നീങ്ങും. റൊട്ടേഷണൽ മോഷൻ ആവുമ്പോൾ ഒരു ഓബ്ജക്റ്റ് നീങ്ങണ സമയത്ത് അതിലെ ഓരോ പാർട്ടിക്കിൾസും സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. അതിലെ ഓരോ പാർട്ടിക്കിൾസും സർക്കുലറായിട്ട് മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? റൊട്ടേഷണൽ മോഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അതിലേക്ക് തിരിച്ചു വരാം. കാരണം ആ ചാപ്റ്റർ റൊട്ടേഷണൽ മോഷനാണ്. ആ ചാപ്റ്റർ അല്ല, ഈ ചാപ്റ്റർ റൊട്ടേഷണൽ മോഷനാണ്. അപ്പം അതിലേക്ക് നമ്മൾ തിരിച്ചു വരും, 100% ഉറപ്പാണ്. Okay, so first one translational motion, second one rotational motion. If all the particles are in circular motion, okay, if all the particles are moving circular path, then the motion is rotational motion. അടുത്തത് വരുന്നത് precision ആണ്. Precisional motion എന്ന് പറഞ്ഞാൽ ഈ റൊട്ടേഷണൽ മോഷൻ നടക്കുമ്പോൾ ഒരു ആക്സിസ് വേണം, നിർബന്ധ. ഇപ്പം നമ്മൾ ഇതിനെങ്ങനെ തിരിക്കുകയാണെങ്കിൽ ഈ ഒരു ആക്സിസിൽ മാത്രമേ ഇതിനെ തിരിക്കാൻ പറ്റുള്ളൂ. ആക്സിസ് ഉണ്ടോ ഇല്ല എന്നല്ല, ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ മൂവ്മെൻറ്റ് വരിക. 100% ഉറപ്പാണ്. ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ആ മൂവ്മെൻറ്റ് വരുള്ളൂ. ഈ നിൽക്കണ ആക്സിസ് സ്ഥാനം എങ്ങനെ മാറുകയാണ് വിചാരിക്കുക. ആ ആക്സിസിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറുകയാണ്. അപ്പം ഇങ്ങനെ നിന്നിട്ട് കറങ്ങുകയാണെങ്കിൽ അത് റൊട്ടേഷണൽ മോഷൻ. ഇപ്പം ഇതിങ്ങനെ നിർത്തിയിട്ട് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ റൊട്ടേഷണൽ മോഷൻ, നോ ഡൗട്ട്. ഇതിൻ്റെ ആക്സിസ് ഇങ്ങനെ വെർട്ടിക്കൽ പ്ലെയിനിൽ മാറിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കണ പേരാണ് പ്രിസിഷണൽ മോഷൻ. ഓക്കെ, നമുക്കറിയാം ഒരു പമ്പരൊക്കെ നമ്മൾ കറക്കണ സമയത്ത് അല്ലെ, ദ മൂവ്മെൻറ്റ് ഓഫ് ടോപ്പ്, അതിങ്ങനെ കിടന്ന് കറങ്ങും. കുറേ കഴിഞ്ഞാൽ മൂപ്പര് ഇവിടെ ഫിക്സഡ് ആവും. ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നീങ്ങിയിട്ടല്ലേ പമ്പര അവസാനം കറങ്ങുക. അങ്ങനെ വരുന്ന മോഷനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? പ്രിസിഷണൽ മോഷൻ എന്ന് വിളിക്കുക. സോ 3 തരം മോഷൻ. വൺ ഈസ് ട്രാൻസ്ലേഷണൽ മോഷൻ, സെക്കൻഡ് വൺ റൊട്ടേഷണൽ മോഷൻ, തേർഡ് വൺ പ്രിസിഷണൽ മോഷൻ. ഇഫ് ദ ആക്സിസ് ഗോയിങ് ഓൺ ചേഞ്ചിങ് ഓർ ഗോസ് ഓൺ ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു എ വെർട്ടിക്കൽ പ്ലെയിൻ, ഈ പോയിന്റ് ഫിക്സഡാ, ഇതിന് മാറ്റമില്ല. ഈ മുകളിലത്തെ പ്ലെയിൻ ആണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് പ്ലെയിൻ, ആക്സിസ് ഇങ്ങനെ ആവും, പിന്നെ ഇങ്ങനെ ആവും, പിന്നെ ഇങ്ങനെ ആവും. അത് ഏത് ആക്സിസിൽ വേണമെങ്കിലും കറങ്ങാം. ആക്സിസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇഫ് ദ ആക്സിസ് goes on changing with respect to a vertical plane in circular motion, then it is called precisional motion. So 3 ഐഡിയ ഉണ്ടല്ലോ. ട്രാൻസ്ലേഷണൽ മോഷൻ നമുക്കറിയാം, റൊട്ടേഷണൽ മോഷൻ നമുക്കറിയാം, പ്രിസിഷണൽ മോഷൻ നമുക്കറിയാം. ഇതിൽ ട്രാൻസ്ലേഷണൽ മോഷൻ ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളുക, എന്ത് വേണം? ദാറ്റ് ഷുഡ് ബി വിത്ത് റെസ്പെക്ട് ടു എ പെർട്ടിക്കുലർ ആക്സിസ്. ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ എന്ത് നടക്കുള്ളൂ? ട്രാൻസ്ലേഷണൽ മോഷൻ നടക്കുള്ളൂ. ഓക്കെ, ട്രാൻസ്ലേഷണൽ മോഷൻ ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ ആക്സിസ്. ഓക്കെ, റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് എന്ന് പറയണം, അത് നിർബന്ധ. ഏത് റൊട്ടേഷൻ ആണെങ്കിലും വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് ആണ്. ട്രാൻസ്ലേഷൻ ആക്സിസ് ഒന്നും വിഷയമല്ല, പക്ഷേ റൊട്ടേഷന് ആക്സിസ് നിർബന്ധ, എങ്ങനെയൊക്കെ കളിച്ചാലും. പറഞ്ഞ് ഐഡിയ ക്ലിയർ അല്ലേ? സോ ഈ 3 മോഷനും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഇനി സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പം ഇതിനെ നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ നീങ്ങുകയാണെങ്കിൽ ഇവിടെ പിടിച്ച് വലിച്ചാലും നീങ്ങും, ഇവിടെ പിടിച്ച് വലിച്ചാലും നീങ്ങും, ഇവിടെ പിടിച്ച് വലിച്ചാലും നീങ്ങും. പക്ഷെ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആക്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം ഈ ഓബ്ജക്റ്റിനെ. ചില ആളുകളൊക്കെ ഇത് കയ്യിൽ വെച്ച് കറക്കൽ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് കറങ്ങുക. സോ ആക്സിസ് ഇല്ലാണ്ട് നമുക്ക് റൊട്ടേഷണൽ മോഷൻ പറയാൻ പറ്റില്ല. 3 മോഷനും വ്യക്തമായിട്ട് മനസ്സിലായോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, പക്ഷേ ഈ റൊട്ടേഷണൽ മോഷനിലൊരു കുഴപ്പമുണ്ട്. ഈ റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യണത് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള ടോപ്പിക്കിലാണ്. സെൻറ്റർ ഓഫ് മാസ്, ഇതൊരു രസമുള്ള ടോപ്പിക്കാണ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് റൊട്ടേഷണൽ മോഷൻ സ്റ്റാർട്ട് ചെയ്യണത്. ചില ആളുകളൊക്കെ ഈ ബുക്കും സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒരു പോയിന്റിൽ നിർത്താറുണ്ട് അല്ലേ? നമ്മളിങ്ങനെ ഒരു പോയിന്റിൽ എന്ത് ചെയ്യാറുണ്ട്? ഓബ്ജക്റ്റിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താറുണ്ട്. ഓക്കെ, ഞാനതിൽ എക്സ്പേർട്ട് അല്ല.
ഇതിൽ എക്സ്പേർട്ടാണ് അല്ലെങ്കിൽ എക്സ്പേർട്സ് ആണ് നിങ്ങളൊക്കെ. ഓക്കെ, ഈ ഒരു പോയിൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഈ പോയിന്റിലാണ് ഇപ്പോൾ ഈ പ്ലേറ്റിൻ്റെ മാസ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം ഈ പോയിന്റ് പൊക്കുമ്പോൾ ആ പ്ലേറ്റ് പൊങ്ങണോ, ഈ പോയിന്റ് താഴേക്ക് വരുമ്പോൾ ആ പോയിന്റ് താഴേക്ക് പോരണോ. ഈ ഒരു കേസ് ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് മാത്രമല്ലേ കിട്ടുള്ളൂ. ആ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു കേസ് കിട്ടുക. സോ ഇറ്റ്സ് എ പോയിന്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ മാസ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ആ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നും. ആ പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കുക? സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കുക. ഇറ്റ്സ് എ പോയിന്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ മാസ് ഈസ് assumed to be concentrated and motion of that point or the force applied on that point is equal to the force applied on the whole system. Okay, ആ പോയിന്റിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കുക. ഇറ്റ്സ് എ പോയിന്റ് അറ്റ് വിച്ച് ടോട്ടൽ മാസ് ഈസ് assumed to be concentrated. The force acting on that point is equal to the force acting on the total system. ഓക്കെ, ആ പോയിന്റിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ മാസ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഓക്കെ, ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദാറ്റ് പോയിന്റ് ഇസ് ഈക്വൽ ടു ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദി ടോട്ടൽ സിസ്റ്റം. ഇനി അയാളെ കൊണ്ട് എന്തൊക്കെയോ ഉപകാരമുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ വെറുതെ ഇങ്ങനെ ഒരു ഡോട്ട് ഇടാണ്. സെൻറ്റർ ഓഫ് മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് സെൻറ്ററിലാണോ എന്ന് എനിക്കും അറിയില്ല കേട്ടോ, വെറുതെ ഒരു പോയിന്റാണ് ഇട്ട് കൊടുത്തതാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനാണ്. ഓക്കെ, ഇപ്പോൾ ഇതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യാം. ഇതാണല്ലോ രണ്ടാമത്തെ മോഷൻ അല്ലേ? സർക്കുലർ മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷനാണ് രണ്ടാമത്തെ. ഓക്കെ, ഞാൻ എൻ്റെ രണ്ട് കൈകളിൽ ഈ പ്ലേറ്റ് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്ലേറ്റ് നീക്കാണ് ഇങ്ങനെ. ഇതിൻ്റെ പ്രത്യേകത ആലോചിച്ച് നോക്കിയേ. എൻ്റെ വലത്തെ കൈ ഈ കൈ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യണത്. അപ്പോൾ മുകളിലത്തെ ഭാഗത്തെ പാർട്ടിക്കിൾസ് നീങ്ങണത് ഈ ഡയറക്ഷനിലാണ്. ലെഫ്റ്റ് ഹാൻഡോ ഈ ഡയറക്ഷനിലാണ്. സോ ഈ ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പറയോ ഇവിടുത്തെ പറയോ? ഇതിൻ്റെ മുകളിലത്തെ ഫോഴ്സ് ചോദിച്ചാൽ ഈ പോയിന്റത്തെ ഫോഴ്സ് പറയോ ഈ പോയിന്റിലെ ഫോഴ്സ്? കാരണം ഇവിടെ ഫോഴ്സ് ഇങ്ങനെയാണ്, ഇവിടെ ഫോഴ്സ് താഴെയാണ്. ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റ് അല്ലേ? ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വരണേ രണ്ടും നേരെ ഓപ്പോസിറ്റാണ് വരണേ. സോ ഏതാ പറയുക? അവിടെ നമുക്ക് പറയാൻ പറ്റുക. ഇപ്പോൾ ഇങ്ങനെ ഒരു ഓബ്ജക്റ്റ് റോൾ ചെയ്ത് പോണ ഒരു കേസ് ഉണ്ട് വിചാരിച്ചോളൂ. ഇവിടെ ഇങ്ങനെയാണ് വെലോസിറ്റി, ഇവിടെ ഇങ്ങനെയാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഈ പോയിന്റത്തെ ഫോഴ്സും പറയാൻ പാടില്ല, ഈ പോയിന്റിലെ ഫോഴ്സും പറയാൻ പാടില്ല. അവിടെ നമ്മൾ പറയേണ്ടത് നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം ആണ്. ബട്ട് ദിസ് എ ഈസ് ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ഇവിടുത്തെ മൊമെൻറ്റം എത്രയെന്ന് ചോദിച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ബട്ട് ദാറ്റ് വെലോസിറ്റി ഈസ് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ഇനി അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ പ്ലേറ്റ് ഞാൻ ഇങ്ങനെ നീക്കുകയാണേ. ഓക്കെ, ഈ പ്ലേറ്റ് നീക്കണം. ആ സെൻറ്റർ ഓഫ് മാസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കിയേ. ഈ പ്ലേറ്റ് ഇപ്പം ഞാൻ ഇങ്ങനെ നീക്കുകയാണ്, ഇങ്ങനെ നീക്കി കൊണ്ടുപോവാണ്. വാട്ട്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് ദാറ്റ് സെൻറ്റർ ഓഫ് മാസ്? എൻ്റെ കയ്യിൻ്റെ ഹൈറ്റ് വ്യത്യാസത്തിനനുസരിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകട്ടോ. ഓക്കെ, പക്ഷെ സ്ട്രെയിറ്റ് ലൈനിലാണ് ആ സെൻറ്റർ പോണത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ പ്ലേറ്റ് എങ്ങോട്ട് തിരിച്ചാലും സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുക സ്ട്രെയിറ്റ് ലൈനിലാണ്. ഓക്കെ, ഇതിൽ മാറ്റം വരെ എങ്ങനെ അറിയും? എൻ്റെ കൈ ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളയൊക്കെ ചെയ്യില്ലേ? അങ്ങനെ വളയണ സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അത് പൊങ്ങും താഴും ചെയ്യും. ഈ ഓബ്ജക്റ്റ് നീങ്ങണത് ഒരു സ്ട്രെയിറ്റ് പ്ലെയിനിൽ കൂടെ ആണെങ്കിൽ, ഒരു സർഫസ് കൂടെ, ഹൊറിസോണ്ടൽ സർഫസ് കൂടെയാണ് ഇത് നീങ്ങിപ്പോണെങ്കിൽ ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ് വിൽ മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ ഓബ്ജക്റ്റ് നീങ്ങുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എത്രയെന്ന് ചോദിച്ചാൽ ഈ സെൻറ്ററിൻ്റെ വെലോസിറ്റി എടുത്താൽ മതി. ഇതിൻ്റെ ഫോഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ ഈ സെൻറ്ററിൻ്റെ ഫോഴ്സ് എടുത്താൽ മതി. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ ഒരു ഓബ്ജക്റ്റ് നീങ്ങണ സമയത്ത് നമുക്ക് ഉറപ്പിക്കാം എന്താണ്? അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുക. ഓബ്ജക്റ്റ് റൊട്ടേഷനിലാണെങ്കിലും സെൻറ്റർ ഓഫ് മാസിൻ്റെ മൂവ്മെൻറ്റ് സ്ട്രെയിറ്റ് ലൈനിലാവും.
ഗോട്ട് ഇറ്റ്? സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇപ്പോൾ ഈ പെന്നിനെ ഓക്കെ നോക്കിക്കോളൂ, ഇതിനെ ഞാൻ ഇങ്ങനെ ഇട്ടാണ്, കണ്ടു വിചാരിക്കണോ? ഇതിങ്ങനെ നീങ്ങണ സമയത്ത് ഈ പെന്നിങ്ങനെ നീങ്ങണേ, ഇങ്ങനെ നീങ്ങിയിട്ടാണ് താഴേക്ക് എത്തണത്. ഒരിക്കൽ കൂടെ നോക്കിക്കോളൂ, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നീങ്ങണത് പാരബോളിക് പാത്തിലാണ്. ഇങ്ങനെ ഇങ്ങനെ വന്ന് താഴേക്ക് എത്താണ്. ഇനി സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ, ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പെന്നിങ്ങനെ ഇട്ട് പോയിക്കോളൂ. അതിങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മളെ കൈക്ക് എത്തുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? പാരബോളിക് പാത്തിലാവും. അൾട്ടിമേറ്റ്ലി അത് വന്നതും ആ പാത്തിലാണ്. ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങോട്ടല്ലേ എത്തിയേ? ആ പാത്ത് പാരബോളിക് അല്ലേ, അതിലൂടെ അല്ലേ സെൻറ്റർ ഓഫ് മാസ് പോന്നേ. ഓക്കെ, സോ എപ്പോഴും റൊട്ടേഷനിൽ മോസ്റ്റ് ക്രൂഷ്യൽ ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റികൾ ഒന്നാണ് സെൻറ്റർ ഓഫ് മാസ്. പറഞ്ഞ ഐഡിയ വ്യക്തമായിട്ട് മനസ്സിലായോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇറ്റ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ മാസ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ആ ഓബ്ജക്റ്റിൻ്റെ എല്ലാ പോയിന്റ്സും ആ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ തോന്നും. ഇപ്പോൾ ഈ പ്ലേറ്റ് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ നിർത്തണ സമയത്ത് ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ മാസ് ആ പോയിന്റിലൊന്നല്ല, ആണോ? ഈ പോയിന്റിലാണോ അതിൻ്റെ ടോട്ടൽ മാസ്? നെവർ. മാസ് എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ നമുക്ക് തോന്നുന്നു മാത്രം. ഓക്കെ, ആ പോയിന്റിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചേ? സെൻറ്റർ ഓഫ് മാസ് വിളിച്ചേ. അതിൽ ഫോഴ്സ് കൊടുത്താൽ ആ ഓബ്ജക്റ്റ് മൊത്തം നീങ്ങും. ആ എബിലിറ്റി സൈഡിൽ ഉണ്ടാവുമോ? ഇവിടെ ഫോഴ്സ് കൊടുത്ത ഈ ഓബ്ജക്റ്റ് ഒരേപോലെയാണോ നീങ്ങുക? അല്ല. ഓക്കെ, അപ്പോൾ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് NCERT ഡയറക്റ്റ് തന്നത്. ഇറ്റ് ഈസ് m1r1 പ്ലസ് m2r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ഇക്വേഷൻ. ഓക്കെ, സോ കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ r ഇസ് ഈക്വൽ ടു m1r1 പ്ലസ് m2r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് പറഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ് m1, മറ്റൊരു ഓബ്ജക്റ്റ് m2. ഇവിടുന്ന് ഇങ്ങോട്ട് r1 ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇങ്ങോട്ട് r2 ഡിസ്റ്റൻസ്. ഇതിൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും സെൻറ്റർ ഓഫ് മാസ്. ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് m1r1 പ്ലസ് m2r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് നമുക്ക് എഴുതാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് എക്സ് ആക്കി മാറ്റുക, അപ്പോൾ ഇത് എക്സ് വരും. ഇത് വൈ ആക്കി മാറ്റുക, ഇത് വൈ വരും. ഇത് സെഡ് ആക്കി മാറ്റുക, ഇത് സെഡ് വരും. ഓക്കെ, ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, സോ നമ്മൾ പറഞ്ഞു RCM m1r1 പ്ലസ് m2r2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ m1x1 പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. വൈ കോർഡിനേറ്റ് ആണെങ്കിലോ m1y1 പ്ലസ് m2y2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. z കോർഡിനേറ്റ് ആണെങ്കിൽ m1z1 പ്ലസ് m2z2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അതിനൊരു എക്സാമ്പിൾ എടുക്കും. ഇപ്പോൾ ഒരു സിസ്റ്റം m എന്നുള്ള മാസും 2m എന്നുള്ള മാസും ഓക്കെ, അത് പ്ലേസ് ചെയ്തത് ഒന്ന് 10 എന്ന് പറഞ്ഞ പോയിന്റിലാണ്, അടുത്തത് 40 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. ഇവരുടെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ് വരിക എന്നുള്ളതാണ്, പക്ഷെ അതിൻ്റെ കോർഡിനേറ്റ് എവിടെ വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൻ്റെ റിയൽ ലോജിക്ക് എന്താ ചോദിച്ചാലേ, ഇപ്പോൾ രണ്ട് ഈക്വൽ മാസ് ഉള്ള ഓബ്ജക്ട്സ്, ഇത് 2 കിലോ, ഇതും 2 കിലോ, ഇതിൻ്റെ ഇടയിൽ 2 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് വിചാരിക്കുക. ഇത് രണ്ടും ഈക്വൽ മാസസ് ആണെങ്കിൽ നോ ഡൗട്ട് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരിക എക്സാക്ട് സെൻറ്ററിലാണ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരിക. പക്ഷേ ഇത് 2 കിലോ, ഇത് 6 കിലോ ആണെങ്കിൽ എക്സാക്ട് സെൻട്രലാണോ സെൻറ്റർ ഓഫ് മാസ് വരിക? നെവർ. അതെവിടെ വരുന്നുണ്ടാവുക? 6ൻ്റെ അടുത്താ വരിക. ഓക്കെ, അത് ഏതാന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്കൊരു ഇക്വേഷൻ വേണം. സോ ഇവിടെ എക്സ് ആക്സിസിലാവുകൊണ്ട് നമുക്ക് വൈ കോർഡിനേറ്റോ സെഡ് കോർഡിനേറ്റോ ഉണ്ടാവില്ല, ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എക്സ് കോർഡിനേറ്റ് മാത്രം മതി. ഓക്കെ,
സോ m1x1 എന്ന് പറഞ്ഞ മാസ് m1 ഇൻറ്റു x1 എന്ന് പറഞ്ഞ 1 പ്ലസ് m2 എന്നുള്ള മാസ് 2m ആണ് ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 m പ്ലസ് 2m എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റോ സെൻറ്റർ ഓഫ് മാസ് കിട്ടുക m പ്ലസ് 8m ഡിവൈഡഡ് ബൈ 3m എന്ന് പറഞ്ഞാൽ 9m ബൈ 3m ആൻസർ ഈസ് 3 മീൻസ് 30 എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരാം. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ 30 എന്ന് പറഞ്ഞ പോയിന്റിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരും. ഓക്കെ, ഇനി ഇതിന് പകരം ഇങ്ങനെ രണ്ട് പോയിന്റ്സ് എന്ന് വിചാരിക്കുക, m 3m. ഓക്കെ, m 3m ഇങ്ങനെ രണ്ട് പോയിന്റ്സ് തന്നിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള ദൂരം. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ദൂരം നമുക്ക് 2 മീറ്റർ എന്ന് തന്നു വിചാരിക്കാം. m 3m അതിൻ്റെ ഇടയ്ക്കുള്ള ദൂരം നമുക്ക് തന്നത് 2 മീറ്റർ എന്നാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു കേസ് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒറിജിൻ ആയിട്ട് എടുക്കുക 0 0. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്താവും 2 0 വരും. ഓക്കെ, അപ്പോൾ ഇത് 0 0 ആണ്. അതുകൊണ്ട് ഇയാളെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. പകരം എന്ത് വരും 0 പ്ലസ് 2 ഇൻറ്റു 3 ശരിയല്ലേ? 2 ഇൻറ്റു 3m ഡിവൈഡഡ് ബൈ 3m പ്ലസ് m 4m എന്ന് പറഞ്ഞാൽ 6m ഡിവൈഡഡ് ബൈ 4m. ഇത് വെട്ടിപ്പോവും. യു വിൽ ഗെറ്റ് ദി ആൻസർ 3/2 ഓർ 1.5. ഇത് 2 മീറ്റർ ഉണ്ടെങ്കിൽ ഇത് 1 മീറ്റർ. സോ ഇതിൻ്റെ ഇവിടെ ആയിട്ട് വരും 1.50. ഇതായിരിക്കും സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്. ഐഡിയ ക്ലിയർ ആണോ? പ്രശ്നമൊന്നുമില്ലല്ലോ പറഞ്ഞേ. അത് 2 മാസ് തന്നു, അതിൻ്റെ ഇടയ്ക്കുള്ള ദൂരം തരാണെങ്കിൽ ഒന്നാമത്തെ ഒറിജിൻ ആയിട്ട് എടുക്കുക. അപ്പോൾ 0 0 ആ പോയിന്റിൻ്റെ ശല്യം ഇല്ലാണ്ടായി. പിന്നെ രണ്ടാമത്തെ പോയിന്റ് വരും, ഇത് m2 x2 y2, m1 x1 y1, m2 x2 y2. സോ ഈക്വേഷനിൽ കൊടുക്കുക m1 x1 പ്ലസ് m2 x2 പ്ലസ് ബൈ m1 പ്ലസ് m2. 3 മാസ് ഉണ്ടെങ്കിൽ m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. അപ്പോൾ n മാസ് ഉണ്ടെങ്കിലോ സിമ്പിൾ എക്സ് കോർഡിനേറ്റോ സെൻറ്റർ ഓഫ് മാസ് ഷുഡ് ബി integral I equal to 1 to n mi xi divided by sigma I equal to 1 to n mi. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇക്വേഷൻ കിട്ടും m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 പ്ലസ് എക്സെട്ര mn xn ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് m4 പ്ലസ് അങ്ങനെ പോയിക്കോളും. ഇനി നമ്മളെ ബുക്കിലുള്ള ക്വസ്റ്റ്യൻ NCERT ടെക്സ്റ്റ് ബുക്കിലെ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ അത് എൻ്റേതായൊരു സ്റ്റൈലിലേക്ക് മാറ്റാണ്. ഇത് m എന്നുള്ള മാസ്, ഇത് m എന്നുള്ള മാസ്, ഇത് m എന്നുള്ള മാസ്. ഓക്കെ, ദെൻ ഈ കോർഡിനേറ്റ് 0 0, ഈ കോർഡിനേറ്റ് 2 0. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ വരിക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത് m, ഇത് m, ഇത് m 0 0 2 0 എന്ന് മാത്രം നമുക്ക് തന്നു എന്ന് വിചാരിക്കാം. ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ ഈ ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്, ഈ ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്, ഈ ഡിസ്റ്റൻസും 2 മീറ്റർ ആണ്. ഓക്കെ, m1 അറിയാം x1 y1, m2 x2 y2. പക്ഷേ m3ൻ്റെ x3 y3 നമുക്കറിയില്ല. അതെന്താ ചെയ്യാന്നുള്ളതാണ്. സോ സിമ്പിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആവുമ്പോൾ ഇത് 60 അല്ലേ? സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കോർഡിനേറ്റ് ഇൻറ്റു കോസ് 60. ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇവിടെയാണ് 60 ഡിഗ്രി. സോ 2 ഇൻറ്റു കോസ് 60. വാട്ട് ഈസ് 2 ഇൻറ്റു കോസ് 60? ദാറ്റ് ഈസ് 1. അത് വേറൊരു രീതിയിലും പറയാം. ഈ ലെങ്ത്തിൻ്റെ സെൻറ്റർ ആവില്ലേ ഇത്? സ്വാഭാവികമായിട്ട് ഇത് 2 മീറ്റർ ആണെങ്കിൽ ഇത് എത്ര വരിക? 1 മീറ്റർ ആണ് വരിക. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 1 മീറ്റർ, വൈ കോർഡിനേറ്റോ 2 ഇൻറ്റു സൈൻ 60.
2 ഇൻറ്റു സൈൻ 60 എന്ന് പറഞ്ഞാൽ സൈൻ 60ൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ √3/2 അല്ലേ. 2 ഇൻറ്റു √3/2 സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ആൻസർ കിട്ടും? √3. ലോജിക് ക്ലിയർ ആയില്ലേ? 2 ഇൻറ്റു √3/2 ആൻസർ കിട്ടും √3. ഇനി ഇതിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്താ വരിക എന്ന് ചോദിച്ചാൽ m1 x1 മീൻസ് 0, അത് എഴുതേണ്ട ആവശ്യമില്ല. m2 x2, സോ m ഇൻറ്റു 2 പ്ലസ് m3 x3. m3 x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു m ഓർ m ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ m പ്ലസ് m മീൻസ് 3m. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വരും? 2m plus m, 3m by 3m, 1. What is y coordinate of center of mass? Y coordinate of center of mass എന്താ കിട്ടുക എന്ന് ചോദിച്ചാൽ m1 y1 it's again 0. m1 y1 0 ആണ്. What about m2 y2? Again 0. m3 y3. m3 y3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m into √3 divided by 3m. സോ YCMൻ്റെ വാല്യൂ വരിക m കട്ട് ചെയ്ത് പോകും. ഇവിടെ √3 ഉണ്ട്, ഇത് 3 ആണ്. സ്വാഭാവികമായിട്ടും 3 എന്നുള്ളതിനെ നമുക്ക് √3 ഇൻറ്റു √3 എന്ന് എഴുതാം. ഒരു √3 കട്ടായി പോവും, 1/√3. സോ ദ കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് 1/√3. ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. സംശയമൊന്നുമില്ലല്ലോ. ഒരു ട്രയാങ്കിളിൻ്റെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 കോർണറിലും m എന്നുള്ള മാസ് വെച്ച് കൊടുത്താൽ സെൻറ്റർ ഓഫ് മാസ് വരിക 1/√3 പ്രൊവൈഡഡ് ദ പോയിൻറ്റ്സ് 0, 0 ആൻഡ് 2, 0. ഈ ടെക്നിക്ക് വെച്ച് നിങ്ങൾക്ക് ഇനി ഇത് ഏത് ഡിസ്റ്റൻസ് എന്നാലും കണ്ടുപിടിച്ചൂടെ? സെയിം മെത്തേഡ്. ഇതിൻ്റെ കോസ് 60 ആണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇതിൻ്റെ സൈൻ 60 ആണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അപ്പം നമുക്ക് എക്സും വൈയും കിട്ടും. അത് കിട്ടിയ ദ സെയിം ഇക്വേഷൻസ് XCM ആൻഡ് YCM, അതിലൂടെ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. നോ പ്രോബ്ലം. ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളതിൻ്റെ ഏറ്റവും ബേസിക് ക്വാണ്ടിറ്റി ഓർ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സെൻറ്റർ ഓഫ് മാസ് ഉള്ള കോൺസെപ്റ്റിൻ്റെ ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ചുകൂടെ ഐഡിയ കിട്ടാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ കുറച്ചും കൂടെ ഹയർ ലെവൽ ക്വാണ്ടിറ്റീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ നമുക്കെല്ലാം മനസ്സിലായിട്ട് പോകുമ്പോൾ എല്ലാ മേഖലകൾക്കും നമുക്ക് കയറി ചെല്ലാലോ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. സെക്കൻഡ് പാർട്ടിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ അടുത്ത ടോപ്പിക്കുമായി വരണത് വരേക്കും ബൈ.